ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൈക്രോസ്കോപ്പി പാർട്ട് 6 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ആണല്ലോ യൂസ് ചെയ്തിരുന്നത്, എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ദീസ് ആർ നാനോ സ്കെയിൽ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ്ഡ് ഫോർ ദി ഡയറക്റ്റ് സ്റ്റഡി ഓഫ് അൾട്രാ സ്ട്രക്ചർ ഓഫ് ബയോളജിക്കൽ സിസ്റ്റം. അതായത് ഒരു ബയോളജിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്. എന്തിൻ്റെ അൾട്രാ സ്ട്രക്ചറിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നാനോ സ്കെയിൽ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ദേ ഡിഫർ ഫ്രം ലൈറ്റ് മൈക്രോസ്കോപ്പ്. അവർ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇൻ ദാറ്റ് ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് നാരോ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇൻ പ്ലേസ് ഓഫ് അവിടെ വിസിബിൾ ലൈറ്റ് ആണ്. ആൻഡ് ദെയർ ലെൻസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലാസ് ലെൻസസ്. നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ലെൻസസ് ആണ്, എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ലെൻസസ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് കണ്ടൻസർ ലെൻസൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എക്സെപ്ഷനലി ഹൈ മാഗ്നിഫിക്കേഷൻ ആൻഡ് റിസോൾവിങ് പവർ ഉണ്ട്. അതായത് അത്രയും എൻലാർജ് ചെയ്തിട്ടുള്ള ഇമേജും അതുപോലെ അത്രയും ക്ലാരിറ്റി ഉള്ള ഇമേജുമാണ് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. അവരുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ് ടു 50 lakh ടൈംസ് ആണ്. റെസൊല്യൂഷൻ അപ് ടു 2 to 5 ആങ്സ്ട്രോം ആണ്. ഇനി ഈ ഹൈ റെസൊല്യൂഷൻ ഈസ് ഡ്യൂ ടു വെരി ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺസ് ആണ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ്. ഇത് മൈക്രോസ്കോപ്പി പാർട്ട് 6 ആണ്. നമ്മൾ മൈക്രോസ്കോപ്പിയിൽ പാർട്ട് 1ലും 2ലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ് ലൈറ്റ് ആയിക്കോട്ടെ ഇലക്ട്രോൺ ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ അത് അത്രയും ഷോർട്ട് വേവ് ലെങ്ത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്ക് അത്രയും റിസോൾവിങ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ഓഫ് ഷോർട്ട് വേവ് ലെങ്ത് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ ആയിട്ട് കാണുന്നത്. ഇനി ഇവിടുത്തെ ഇലുമിനേറ്റിംഗ് ഏജൻറ്റ് ഇലക്ട്രോൺസ് ആണ്. ദ ഇലക്ട്രോൺസ് ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ചെയ്യുന്നത് വാക്വം ട്യൂബാണ് ഇൻ വിച്ച് എ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ഇൻറ്ററാക്ട് വിത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഇലക്ട്രോൺസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു വാക്വം ട്യൂബ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ബീമിൻ്റെ മൂവ്മെൻറ്റിന് വാക്വം ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു വാക്വം ട്യൂബിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതും അവർ ഒബ്ജക്റ്റിൽ പോയിട്ട് ഇലൂമിനേറ്റ് ചെയ്യുന്നതും ഒക്കെ നടക്കുന്നത് ഒരു വാക്വം ട്യൂബിലായിരിക്കും. ഇനി സോഴ്സ് ഓഫ് ദീസ് ഇലക്ട്രോൺസ് ഈസ് കാഥോഡ് ഫിലമെൻറ്റ് ഓഫ് ടങ്സ്റ്റൺ നോൺ ആസ് ഇലക്ട്രോൺ ഗൺ. നമ്മളിവിടെ ഈ ഇലക്ട്രോൺസ് പുറപ്പെടുന്ന ആ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഗണ്ണായിരിക്കും. അതൊരു കാഥോഡ് ഫിലമെൻറ്റ് ഓഫ് ടങ്സ്റ്റൺ വെച്ചിട്ടുള്ളൊരു ഫിലമെൻറ്റും ആണ്. ഇനി ഇത് എമിറ്റ് ചെയ്യുന്നത് നാരോ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ആണ്. അവർ ആക്സിലറേറ്റ് ചെയ്യുന്നത് ത്രൂ എ പൊട്ടൻഷ്യൽ ഓഫ് 500 to 1500 kV. ആ ഒരു പൊട്ടൻഷ്യലാണ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ആക്സിലറേറ്റ് ചെയ്യുന്നത്. These electron beams can penetrate relatively thick, hydrated and living specimen. ഈ പോകുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, തിക്കായിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിവിങ് സ്പെസിമെനെ പോയിട്ട് പെനട്രേറ്റ് ചെയ്ത് കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദേ ആർ ഡിഫ്ലക്റ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ടു ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ്. അപ്പോൾ അവരാദ്യം ഒബ്ജക്റ്റിൽ പോയിട്ട് ഒബ്ജക്റ്റിനെ ഇലുമിനേറ്റ് ചെയ്യുന്നു, അവരതിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു. അങ്ങനെ അവർ പിന്നെ എന്ത് ചെയ്യുന്നു, അവർ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള ലെൻസസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇമേജിനെ എന്ത് ചെയ്യുന്നു, ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ വിഷ്വലൈസ് ചെയ്യുന്നു. ഇനി ഈ ഇമേജ് ഫോർമേഷൻ ഒക്കോർ ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 2 വഴിയിലാണ് ഒക്കോർ ചെയ്യുന്നത്. 2 ടൈപ്പിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇമേജിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോർമേഷനും പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷനും. ഡയറക്റ്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ
പ്രൈമറി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പാസിങ് ത്രൂ ദി ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം പ്രൈമറി ഇലക്ട്രോൺസ് എന്താണെന്ന് അറിയണം. പ്രൈമറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ്, ഒരു നാരോ ബീം ഓഫ് ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് പുറത്തു വരുന്നത്. ആ വരുന്ന ഇലക്ട്രോൺ, അതായത് ഫസ്റ്റ് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രോൺസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്രൈമറി ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വന്നിട്ട് ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ദേ ആർ ഡയറക്ട്ലി ഫോക്കസ്ഡ് ഓൺ ടു ദ സ്ക്രീൻ. അങ്ങനെയാണ് ഫസ്റ്റ് ഇമേജ്, ഡയറക്റ്റ് ഇമേജിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റഡ് ആണ്. എന്താ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? പ്രൈമറി ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോൺസ്, അവരെന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിനെ വന്ന് ഇലുമിനേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒബ്ജക്റ്റ് ഗെറ്റ് ഇലൂമിനേറ്റഡ് ആൻഡ് അവർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അന്നേരം പ്രൈമറി ഇലക്ട്രോൺസ് ഒബ്ജക്റ്റുമായി വന്ന് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്പെസിമെൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് എങ്ങനെ? പ്രൈമറി ഇലക്ട്രോൺസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ വഴി പുറത്തു വരുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ആർ ഫോക്കസ്ഡ് ഓൺ ടു ദ സ്ക്രീൻ. അങ്ങനെ ഇമേജ് ഫോർമേഷൻ നടക്കും. അതാണ് ഇൻഡയറക്റ്റ് ഇമേജ് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് പറഞ്ഞു, നമ്മൾ ഇൻഡയറക്റ്റ് പറഞ്ഞു. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, പ്രൈമറി ഇലക്ട്രോൺസ് എന്താണ്, സെക്കൻഡറി ഇലക്ട്രോൺസ് എന്താണ്. പ്രൈമറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ്, ഇലുമിനേറ്റിംഗ് ഏജൻറ്റ്, അവരാണ് ഒബ്ജക്റ്റിനെ ഇലുമിനേറ്റ് ചെയ്യുന്നത്. അന്നേരം ഒബ്ജക്റ്റ് പുറത്തുവിടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. 3 ടൈപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്: സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെമ്മും ടെമ്മുമാണ്. ഓക്കെ, നമുക്ക് ആദ്യം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സെം യൂസ് ചെയ്യുന്നത് എമിറ്റഡ് ഇലക്ട്രോൺസിനെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീമിനെ യൂസ് ചെയ്യുന്നു. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീമിനെ യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെ സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സർഫസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താ? സ്കാൻ ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തിനെ. ഇലക്ട്രോൺ ബീം യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ സ്കാൻ ചെയ്തിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സർഫസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കിട്ടുന്നത്. ഇതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിളിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എമിറ്റഡ് ഇലക്ട്രോൺസിനെയാണ്. എന്താ എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി ഇലക്ട്രോൺസ്. ഞാൻ പറഞ്ഞു സെക്കൻഡറി ഇലക്ട്രോൺ എന്താ? ഒബ്ജക്റ്റിലോട്ട് പ്രൈമറി ഇലക്ട്രോൺ വരുമ്പോൾ പ്രൈമറി ഇലക്ട്രോൺസും ഒബ്ജക്റ്റും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ആ സെക്കൻഡറി ഇലക്ട്രോൺസ് അഥവാ എമിറ്റഡ് ഇലക്ട്രോൺസിനെയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. Scanning electron microscope works on the principle of applying kinetic energy to produce signal on the interaction of electrons. അതായത് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അതായത് മൂവിങ് എനർജി. നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു എനർജിയെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഇവിടുത്തെ കൈനറ്റിക് എനർജി വഴി ഇവിടെ എന്താണ് അവർ അപ്ലൈ ചെയ്യുന്നു? കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്യുന്നത് വഴിയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മൂവിങ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതായത് എമിറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി ഇലക്ട്രോൺസ്, അവരെന്ത് ചെയ്യുന്നു? സിഗ്നൽസ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് വഴിയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എന്ന്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവിങ് ഇലക്ട്രോൺസ് ആണ്. മൂവിങ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എമിറ്റഡ് ആയിട്ടുള്ള ആ സെക്കൻഡറി ഇലക്ട്രോൺസ്, അവർ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സിഗ്നൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്. ഇനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുള്ള സർഫസ് വ്യൂ ഓഫ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്പെസിമെൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസ് വ്യൂ,
അതാണ് നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കിട്ടുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് കൈനറ്റിക് എനർജി, അതായത് മൂവിങ് ഇലക്ട്രോൺസ് ഉണ്ട്. മൂവിങ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമിറ്റഡ് സെക്കൻഡറി ഇലക്ട്രോൺസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ വഴി വർക്ക് ചെയ്യുന്നു. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സർഫസ് വ്യൂ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇതിൽ വെരി ഫൈൻ ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ്, അതായത് ഹൈ എനർജി ഇലക്ട്രോൺസിൻ്റെ അത്രയും വളരെ ഫൈൻ ആയിട്ടുള്ള ബീം, ഏകദേശം ഒരു 3 to 30 kV ആ ബീം പോകുന്നത്. അത് സ്കാൻ ചെയ്യുന്നു സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് ഏരിയ ഓഫ് ദ സ്പെസിമെൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിമെൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സർഫസ് ഏരിയനെ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു ഈ ഇലക്ട്രോൺ ബീം. ഇത്രയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോൺ ഗൺ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആക്സിലറേറ്റഡ് ബീം ഓഫ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്തു, ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ എമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൈമറി ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും പുറത്തോട്ട് വരുന്ന ഇലക്ട്രോൺസ് ആണ് പ്രൈമറി ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് അക്രോസ് ദ സ്പെസിമെൻ. ഇവർ സ്പെസിമെനിലോട്ട് എത്തുന്ന സമയത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രൈമറി ഇലക്ട്രോൺസ്. പ്രൈമറി ഇലക്ട്രോൺസ് ആർ ഫോക്കസ്ഡ് ഓൺ ദ സ്പെസിമെൻ ബൈ കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള കണ്ടൻസർ ലെൻസ്, നമ്മൾ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ഉണ്ട്, കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പ്രൈമറി ഇലക്ട്രോൺസിനെ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, അഥവാ സാമ്പിളിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ ഈ പ്രൈമറി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, അതായത് അതിലൂടെ തെറിച്ചു പോകുന്നു. അതുപോലെ പ്രതിഫലനം ഒക്കെ സംഭവിക്കും ഇലക്ട്രോൺസിൻ്റെ. ഇതിനിടയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈമറി ഇലക്ട്രോൺസും ഒബ്ജക്റ്റും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. അതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രൈമറി ഇലക്ട്രോൺസ് കണ്ടൻസർ ലെൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് വഴി സാമ്പിളിൽ എത്തുന്ന സമയത്ത് സാമ്പിളിനെ ഇലുമിനേറ്റ് ചെയ്തിട്ട് സാമ്പിൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡറി ഇലക്ട്രോൺസ്, ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആൻഡ് റിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ്, ഇങ്ങനെ 3 ടൈപ്പിലുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. സെക്കൻഡറി ഇലക്ട്രോൺസ് മാത്രമല്ല, സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്, ബാക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, റിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ദേ ആർ എമിറ്റഡ് ഫ്രം ദ സർഫസ് ഏരിയ ഓഫ് ദ സ്പെസിമെൻ. സ്പെസിമെൻ്റെ സർഫസ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഈ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ദ സെക്കൻഡറി ഇലക്ട്രോൺസ്, ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, they are emitted from the specimen and they detect the morphology of specimen. സ്പെസിമെൻ്റെ മോർഫോളജി ഡിറ്റക്റ്റ് ചെയ്യാനാണ് ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം ബാക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ഷോ കോൺട്രാസ്റ്റ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സ്പെസിമെൻ. കോൺട്രാസ്റ്റ് നമുക്കറിയാം, ഒബ്ജക്റ്റിൻ്റെ ഷെയ്ഡ്, അതായത് ബ്രൈറ്റ്നസ് ഡാർക്ക്നെസ് ഒക്കെ എടുത്ത് കാണിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു, ബാക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ ഒബ്ജക്റ്റിലോട്ട് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ്, സെക്കൻഡറി ഇലക്ട്രോൺസ്, ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആൻഡ് റിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ സർഫസ് ഏരിയ ഓഫ് ദ സ്പെസിമെൻ എന്ന് പറഞ്ഞു. അതിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, മോർഫോളജി ഓഫ് സ്പെസിമെൻ ഡിറ്റക്ട് ചെയ്യുന്നത്. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ഷോ കോൺട്രാസ്റ്റ് ഇൻ ദി സ്പെസിമെനിലുള്ള കോൺട്രാസ്റ്റിനെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ദ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റഡ്, അവിടുന്ന് പുറത്ത് വരുന്ന ആ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടല്ലോ സ്പെസിമെനിൽ നിന്ന്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സ്പെസിമെൻ. സ്പെസിമെൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടുന്ന് എത്രത്തോളം സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. റൈസ്ഡ് സർഫസ് ഓഫ് ദ സ്പെസിമെൻ എമിറ്റ് ചെയ്യുന്നത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ് ആയിരിക്കും ബൈ റിസീവിങ് ഹൈ ക്വാണ്ടിറ്റി ഓഫ് പ്രൈമറി ഇലക്ട്രോൺസ്. അതായത് റൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെസിമെൻ്റ് തന്നെ ഉയർന്ന ഭാഗമാണ്, റൈസ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഹൈ ക്വാണ്ടിറ്റി ഓഫ് പ്രൈമറി ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് ഹൈ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റൈസ്ഡ് സർഫസ് വിൽ അപ്പിയർ ബ്രൈറ്റർ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ ബ്രൈറ്റർ ആയിട്ട് എന്ത് കാണും, റൈസ്ഡ് സർഫസ്. എന്നാൽ ഡിപ്രസ്ഡ് സർഫസ് എമിറ്റ് ചെയ്യുന്നത് ലോ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ്. കാരണം അവർ റിസീവ് ചെയ്യുന്നത് ഫ്യൂവർ പ്രൈമറി ഇലക്ട്രോൺസ് ആണ്. ഡിപ്രസ്ഡ് സർഫസ് ഓഫ് ദ സ്പെസിമെൻ ആണെങ്കിൽ കുറച്ച് പ്രൈമറി ഇലക്ട്രോൺസിനെ മാത്രം റിസീവ് ചെയ്തുകൊണ്ട് കുറച്ച് സെക്കൻഡറി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത് സ്ക്രീനിൽ ഡാർക്കർ ആയിട്ടും അപ്പിയർ ചെയ്യുന്നു. റൈസ്ഡ് സർഫസ് വിൽ അപ്പിയർ ബ്രൈറ്റർ ആൻഡ് ഡിപ്രസ്ഡ് സർഫസ് വിൽ അപ്പിയർ ഡാർക്കർ ഓൺ ദി സ്ക്രീൻ. ഇനി ഈ ഇലക്ട്രോൺസ് ഇൻറ്ററാക്ട് വിത്ത് ആറ്റംസ് ഓഫ് സ്പെസിമെൻ എലിസിറ്റിംഗ് ഡിറ്റക്റ്റബിൾ സിഗ്നൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പുറത്ത് വരുന്ന എമിറ്റഡ് ഇലക്ട്രോൺസ്, ഇവിടെ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞു. സെക്കൻഡറി ഇലക്ട്രോൺസ്, ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആൻഡ് റിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ്. ഇവരെന്ത് ചെയ്യുന്നു? ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള സിഗ്നൽസിനെ പുറത്തുവിടും. ഈ സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ എബൌട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു സർഫസ് വ്യൂ, സർഫസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സർഫസ് ടോപ്പോഗ്രഫി, എക്സ്റ്റേണൽ മോർഫോളജി, കെമിക്കൽ കോമ്പോസിഷൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് സാമ്പിൾ. ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ എമിറ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ വഴി കിട്ടുന്നു. ഇനി ദീസ് സിഗ്നൽസ് ആർ കളക്റ്റഡ് ബൈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ആദ്യം സിഗ്നൽസ് ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലോട്ട് വരുന്നു. ഫ്രം ദെയർ ദ സിഗ്നൽസ് ആർ ട്രാൻസ്ഫേർഡ് ടു എ ടെലിവിഷൻ ട്യൂബ് വിത്ത് ദ റിസൾട്ട് ദാറ്റ് ദ ഇമേജ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ആദ്യം ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലോട്ട് വരുന്നു, അവിടെ നിന്ന് അവരൊരു ടെലിവിഷൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇമേജ് എന്ത് ചെയ്യുന്നു? വിഷ്വലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺസ് വരുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് വഴി സാമ്പിളിൽ എത്തുന്നു. സാമ്പിൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി ഇലക്ട്രോൺസിനെയും ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസിനെയും റിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസിനെയും എമിറ്റ് ചെയ്യുന്നു. സെക്കൻഡറി ഇലക്ട്രോൺസ് മോർഫോളജി ഓഫ് ദ സ്പെസിമെൻ ഡിറ്റക്ട് ചെയ്യുന്നു. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ കോൺട്രാസ്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരുന്നു. പിന്നെ അതിൽ തന്നെ റൈസ്ഡ് ആയിട്ടുള്ള സർഫസ് ഓഫ് ദ സ്പെസിമെൻ ആണെങ്കിൽ ഒരുപാട് പ്രൈമറി ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിട്ട് ഒരുപാട് സെക്കൻഡറി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ ഏരിയ. അതേസമയം ഡിപ്രസ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ വളരെ ഫ്യൂ പ്രൈമറി ഇലക്ട്രോൺസിനെ മാത്രം റിസീവ് ചെയ്തിട്ട് ഫ്യൂവർ ആയിട്ടുള്ള സെക്കൻഡറി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. അവർ ഡാർക്കറായിട്ടും ആ ഒരു ഏരിയ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിനുശേഷം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സിഗ്നൽസാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഇൻഫോർമേഷൻസും നമുക്ക് പാസ് ചെയ്യുന്നത്. ഈ സിഗ്നൽസിനെ ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബിലോട്ടും ടെലിവിഷൻ ട്യൂബിലോട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രീനിൽ ഇമേജ് വിസിബിൾ ആവുന്നു. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ generation of high resolution image of the object ആണ് to reveal spatial variations in chemical composition. അതായത് കെമിക്കൽ കോമ്പോസിഷനിലൊക്കെ വരുന്ന സ്പേഷ്യൽ വേരിയേഷൻസ് ഉണ്ടല്ലോ ഒബ്ജക്റ്റിൻ്റെ, അതിൻ്റെയൊക്കെ അത്രയും ഹൈ റെസൊല്യൂഷൻ ഇമേജ് ആണ് അവിടെ വരുന്നത്. ഹൈ റെസൊല്യൂഷൻ ഓഫ് ദി ഇമേജ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? അത്രയും കെമിക്കൽ കോമ്പോസിഷനിലൊക്കെ വരുന്ന അത്രയും സ്പേഷ്യൽ വേരിയേഷൻസ് ഒക്കെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന ഇമേജസ് ആയിരിക്കും അത്. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫേസസ് ആണ് ബേസ്ഡ് ഓൺ ക്വാളിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഓൺ അനാലിസിസ് ഓഫ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെയൊക്കെ അനാലിസിസ് വഴി നമുക്ക് എന്താണ് ഫേസസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് വെരി മൈന്യൂട്ട് ഫീച്ചേഴ്സ് ഓഫ് ദി ഒബ്ജക്റ്റ് ഡൗൺ ടു 50 നാനോമീറ്റർ ഇൻ സൈസ്. അതായത് അത്രയും ചെറുതാണെങ്കിൽ കൂടെ അവരെന്ത് ചെയ്യുന്നു? പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് ഈ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ. ഇനി ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മൾട്ടി ഫേസ് ഒബ്ജക്റ്റ്. ഒരു മൾട്ടി ഫേസ് ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് തമ്മിലൊക്കെ എന്ത് ചെയ്യുന്നു? അതിനൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഇമേജ്. മൾട്ടി ഫേസ് ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ഫേസസ് തമ്മിൽ ഒക്കെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 6 ആണ് ഡിസ്കസ് ചെയ്തത്. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള പാർട്ട് 1 മുതൽ 5 വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വാച്ച് ചെയ്തിട്ട് ഇത് കാണുകയാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവും. താങ്ക് യു.